ഹായ് കുഞ്ഞുങ്ങളെ, എല്ലാവർക്കും നമസ്കാരം. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമാണോ? ക്ലാസ്സുകളൊക്കെ കൃത്യമായി കാണുന്നുണ്ടല്ലോ അല്ലേ? കഴിഞ്ഞ ക്ലാസ്സിൽ നിങ്ങൾ എന്താണ് പഠിച്ചത്? ഒന്ന് ഓർത്ത് നോക്കിക്കേ. ആരോഗ്യവും ആരോഗ്യ പരിപാലനവും അല്ലേ? അപ്പോൾ നമുക്ക് അടുത്ത യൂണിറ്റ് ഏതാണെന്ന് നോക്കിയാലോ. നമ്മുടെ ജീവിതത്തിൽ ഒഴിച്ചുകൂടാനാവാത്ത ഘടകങ്ങൾ ഏതെല്ലാമാണെന്ന് നിങ്ങൾക്കറിയാമോ? ഒന്ന് പറഞ്ഞു നോക്കിക്കേ. വായു, ജലം, പിന്നെ എന്താണ്? ആഹാരം, വസ്ത്രം, പാർപ്പിടം എന്നിവയാണ് അല്ലേ? വസ്ത്രമില്ലാതെ നമുക്ക് ജീവിക്കാൻ കഴിയുമോ? വസ്ത്രം എന്ന യൂണിറ്റിൽ നമുക്ക് പഠിക്കാനുള്ളത് തുവാല നിർമ്മാണം, പില്ലോ കവർ, മേശവിരി എന്നിവയെ കുറിച്ചാണ്. ഇത് കണ്ടോ, ഈ തുവാലകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? ഇതുപോലെ മനോഹരമായ തുവാലകൾ നിർമ്മിച്ച് അതിൽ നിറം നൽകുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കിയാലോ. നമ്മുടെ വസ്ത്രങ്ങളിൽ പെയിന്റ് ചെയ്യുന്നത് ഏതുതരം പെയിന്റുകൾ ഉപയോഗിച്ചാണെന്ന് നിങ്ങൾക്കറിയാമോ? ഫാബ്രിക് പെയിന്റ്. നിങ്ങളുടെ ഉടുപ്പുകളിലേക്ക് നോക്കിക്കേ, പുള്ളികളും പൂക്കളും ഒക്കെ കാണുന്നില്ലേ? അതിന്റെ നിറങ്ങൾ ഇളകി പോകാറുണ്ടോ? ഇനി ഇത് വസ്ത്രങ്ങളിൽ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നിങ്ങൾക്കറിയാമോ? കുറച്ചു പേർക്കറിയാം. ചിത്രങ്ങൾ വരച്ചും നമുക്ക് പെയിന്റ് ചെയ്യാം, അതുപോലെ പ്രിന്റ് ചെയ്തും നമുക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ പ്രിന്റ് ചെയ്യുന്നതിന് നമ്മൾ ഒരു പേര് പറയാറില്ലേ? എന്താണെന്ന് നിങ്ങൾക്കറിയാമോ? വെജിറ്റബിൾ പ്രിന്റിങ്. എന്തുപയോഗിച്ചാണ് നമ്മൾ പ്രിന്റ് ചെയ്യുന്നത്? പച്ചക്കറികൾ ഉപയോഗിച്ച്. ഏത് തരം പച്ചക്കറികൾ ഉപയോഗിച്ചാണ് നമ്മൾ പ്രിന്റ് ചെയ്യുന്നത്? വീട്ടിൽ ഉപയോഗിക്കുന്ന എല്ലാ പച്ചക്കറികളും ഉപയോഗിച്ച് നമുക്ക് പ്രിന്റ് ചെയ്യാവുന്നതാണ്. നമ്മൾ മുമ്പേ പറഞ്ഞു, വീട്ടിൽ ഉപയോഗിക്കുന്ന എല്ലാ പച്ചക്കറികളും ഉപയോഗിച്ച് പ്രിന്റ് ചെയ്യാമെന്ന്. ഏതെല്ലാം തരത്തിലുള്ള പച്ചക്കറികൾ ഉപയോഗിച്ചാണ് നമ്മൾ പ്രിന്റ് ചെയ്യുന്നത്? നിങ്ങളൊന്ന് പറഞ്ഞു നോക്കിക്കേ. വെണ്ടയ്ക്ക, കോവയ്ക്ക, ബീൻസ്, ഉരുളക്കിഴങ്ങ്, അതുപോലെ വീട്ടിൽ ഉപയോഗിക്കുന്ന എല്ലാ പച്ചക്കറികളും ഉപയോഗിച്ച് നമുക്ക് പ്രിന്റ് ചെയ്യാം. അതുപോലെ തന്നെ നമ്മുടെ പരിസര പ്രദേശങ്ങളിൽ, അതായത് നമ്മുടെ വീടിന് ചുറ്റുപാടും നിങ്ങൾ കണ്ടിട്ടില്ലേ വാഴയുടെ കൈ ഉപയോഗിച്ച്, അതുപോലെ ചേമ്പിന്റെ താള് എന്നിവ ഉപയോഗിച്ച് മനോഹരമായ ഡിസൈൻ നമുക്ക് ചെയ്യാവുന്നതാണ്. നിങ്ങളിൽ ആരെങ്കിലും വെജിറ്റബിൾ പ്രിന്റ് ചെയ്തിട്ടുണ്ടോ? കുറച്ചു പേര് ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ വർഷങ്ങളിൽ നമ്മൾ പഠിച്ചതാണ് വെജിറ്റബിൾ പ്രിന്റ് ചെയ്യുന്ന വിധം എങ്ങനെയാണെന്ന് അല്ലേ? അപ്പോൾ നമുക്ക് വെജിറ്റബിൾ പ്രിന്റ് ചെയ്യുന്നത് എങ്ങനെയാണ്, അതിൽ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്ന് നമുക്ക് നോക്കാം. പെയിന്റ് ചെയ്യുമ്പോൾ നമ്മൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കണം അല്ലേ? അതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. പെയിന്റ് ചെയ്യുമ്പോൾ തുണിയിൽ പടർന്നു പിടിക്കാതെ പ്രത്യേകം ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ പെയിന്റ് ഉപയോഗം കഴിയുമ്പോൾ തന്നെ അതിന്റെ അടപ്പ് മുറുക്കി അടച്ചു വെക്കണം. ഫാബ്രിക് പെയിന്റ് പെട്ടെന്ന് ഉണങ്ങിപ്പോകുമെന്ന് നിങ്ങൾക്കറിയാമല്ലോ അല്ലേ? ഇപ്പോൾ നമ്മൾ ഇവിടെ ചെയ്യുന്നത് വെജിറ്റബിൾ ഉപയോഗിച്ച് ഒരു തുവാല നിർമ്മാണമാണ്. അതിന് ആവശ്യമായ സാമഗ്രികൾ എന്തെല്ലാമാണെന്ന് നമുക്ക് നോക്കിയാലോ. തുണി, അതായത് 25 സെന്റിമീറ്റർ നീളവും 25 സെന്റിമീറ്റർ വീതിയുമുള്ള വെള്ള പോപ്ലിൻ തുണി ആയിരിക്കണേ. പോപ്ലിൻ തുണിയാണെങ്കിൽ അതിന് വലിയ പശ വരുന്നില്ല. അതുപോലെ പശയുള്ള തുണിയാണെങ്കിൽ അത് കഴുകി ഉണങ്ങിയതിന് ശേഷം ഇസ്തിരി ഇട്ടതിന് ശേഷം മാത്രമേ ഉപയോഗിക്കാവൂ. ഇസ്തിരി ഇടുന്നത് എങ്ങനെയാണെന്ന് നിങ്ങൾക്കറിയാമോ? നിങ്ങളുടെ വസ്ത്രങ്ങൾ അമ്മ അലക്കി ഉണങ്ങി ഇസ്തിരി ഇട്ട് തരാറില്ലേ മക്കളെ? അതുപോലെ ഇസ്തിരി ഇട്ടതിന് ശേഷം മാത്രമേ തുവാലയ്ക്ക് ആവശ്യമായ തുണി ഉപയോഗിക്കാവൂ. സൂചി, നൂൽ, കത്രിക, സ്പോഞ്ച്, വിവിധ നിറത്തിലുള്ള ഫാബ്രിക് പെയിന്റുകൾ, വേസ്റ്റ് തുണി, പിന്നെ എന്താണ് വേണ്ടത്? പച്ചക്കറികൾ. ഏതെല്ലാം പച്ചക്കറികളാണ്? നമ്മൾ കുറച്ചു മുമ്പേ പറഞ്ഞതാണ് അല്ലേ? ഏതെല്ലാമാണ്? വെണ്ടയ്ക്ക, ക്യാരറ്റ്, ഉരുളക്കിഴങ്ങ്, കോവയ്ക്ക, ബീൻസ്, അതുപോലെ തന്നെ നമ്മുടെ പരിസര പ്രദേശങ്ങളിൽ നിന്ന് ലഭിക്കുന്ന വാഴയുടെ കൈയ്യ്. നല്ല മനോഹരമായ ഡിസൈൻ വാഴക്കൈ ഉപയോഗിച്ചും ചേമ്പിന്റെ താൾ ഉപയോഗിച്ചും നമുക്ക് ചെയ്യാവുന്നതാണ്. പിന്നെ എന്താണ്? ആലോചിച്ച് നോക്കിയേ. കത്തി. കത്തി എന്തിനാണെന്ന് അറിയാമോ? കത്തി നമ്മൾ പച്ചക്കറികൾ കട്ട് ചെയ്യണം അല്ലേ? പൂവിന്റെയും ഇലയുടെയും ഒക്കെ ഷേപ്പിൽ നമുക്ക് പച്ചക്കറികൾ കട്ട് ചെയ്യണം. അതിനു വേണ്ടിയാണ് കത്തി. ന്യൂസ് പേപ്പർ നമുക്ക് അത്യാവശ്യമാണ്. ന്യൂസ് പേപ്പർ എന്തിനാണ് ഉപയോഗിക്കുന്നത്? നമ്മള് തുണി ന്യൂസ് പേപ്പറിലേക്ക് വിരിച്ചിട്ടതിന് ശേഷം മാത്രമേ പെയിന്റ് ചെയ്യാൻ തുടങ്ങാവൂ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായില്ലേ? നമ്മൾ കുറച്ചു മുമ്പ്
പരിചയപ്പെട്ടതാണ് നമുക്ക് ആവശ്യമായ സാമഗ്രികൾ എന്തെല്ലാമാണെന്ന്. എങ്കിലും ഒന്നുകൂടി നമുക്ക് ഇതൊന്ന് പരിചയപ്പെടാം. തുവാലയ്ക്ക് ആവശ്യമായ തുണിയാണിത്. നല്ല വെള്ള കളറിലുള്ള തുണിയാണ്, പോപ്ലിൻ തുണിയാണ്. സൂചി, നൂല്. സൂചിയും നൂലും നിങ്ങൾക്ക് എല്ലാവർക്കും പരിചിതമാണല്ലോ അല്ലേ? വിവിധ നിറത്തിലുള്ള ഫാബ്രിക് പെയിന്റുകൾ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളറുകൾ ഉപയോഗിക്കാമേ. കണ്ടോ, നമ്മൾ പച്ചക്കറികളെ കുറിച്ച് പറഞ്ഞില്ലായിരുന്നോ? ഇനി വെണ്ടയ്ക്ക, ബീൻസ്, പച്ചമുളക്, ഉരുളക്കിഴങ്ങ്, കോവയ്ക്ക, ക്യാരറ്റ്, ഇത്രയും പച്ചക്കറികളുടെ കൂട്ടത്തിൽ ഉള്ളവയാണ്. ഇത് കണ്ടോ, ഇത് വാഴയുടെ കൈ മുറിച്ചെടുത്തതാണ്. ഇതുപയോഗിച്ച് പ്രിൻ്റ് ചെയ്താൽ നല്ല മനോഹരമായ ഡിസൈൻ ലഭിക്കും. നമ്മൾ ചേമ്പിൻ താളിൻ്റെ കാര്യം പറഞ്ഞില്ലായിരുന്നോ? ഇത് കണ്ടോ, ഇത് ചേമ്പിൻ്റെ താള് മുറിച്ചെടുത്തതാണ്. ഇതിലും നല്ല ഡിസൈൻ ലഭിക്കുന്നതാണ്. ഇത് കണ്ടോ, സ്പോഞ്ച്. ഇത് കണ്ടിട്ട് ഒരു പ്രത്യേക ഭംഗിയുണ്ട് അല്ലേ? കൂട്ടുകാർക്ക് ഇഷ്ടപ്പെട്ടോ ഇത്? ഇതിലേക്ക് പെയിന്റ് ഒഴിച്ചതിന് ശേഷമാണ് വെജിറ്റബിൾ മുക്കി നമ്മൾ തുണിയിലേക്ക് പെയിന്റ് ചെയ്യുന്നത്. തുണി നമ്മൾ കയ്യിൽ പെയിന്റ് ഒക്കെ പറ്റുമ്പോൾ കൈ ഒന്ന് വൃത്തിയാക്കാൻ വേണ്ടിയാണ് വേസ്റ്റ് തുണി ഉപയോഗിക്കുന്നത്. കത്തി, നമ്മൾ വെജിറ്റബിൾ കട്ട് ചെയ്യുന്നതിന് വേണ്ടിയാണ് കത്തി ഉപയോഗിക്കുന്നത്. അത് എല്ലാവർക്കും അറിയാമല്ലോ. ഇത് ന്യൂസ് പേപ്പർ. ഈ ന്യൂസ് പേപ്പറിലേക്ക് നമ്മൾ തുണി വിരിച്ചതിന് ശേഷമാണ് നമ്മൾ പെയിന്റ് ചെയ്യുന്നത്. അല്ലെങ്കിൽ നമ്മൾ വെറുതെ മേശയിലേക്ക് ഇട്ടാൽ ആ മേശയിലൊക്കെ പെയിന്റ് പറ്റും. അതുകൊണ്ടാണ് നമ്മൾ ന്യൂസ് പേപ്പർ വിരിച്ചതിന് ശേഷം മാത്രമേ പെയിന്റ് ചെയ്യാവൂ എന്ന് പറയുന്നത്. കത്രിക. കത്രിക എന്തിനാണെന്ന് അറിയാമോ? തുണി നമുക്ക് 25 സെന്റിമീറ്റർ നീളത്തിലും വീതിയിലും മുറിച്ചെടുക്കുന്നതിന് വേണ്ടിയാണ് കത്രിക. ഒരു തുവാല ചെയ്ത് നോക്കിയാലോ? നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു 25 സെന്റിമീറ്റർ നീളവും 25 സെന്റിമീറ്റർ വീതിയുമുള്ള തുണി മുറിച്ചെടുക്കണമെന്ന്. എന്നാൽ തുണി മുറിക്കുമ്പോൾ 1 സെന്റിമീറ്റർ കൂടി കൂടുതൽ ഇട്ടിട്ട് വേണം മുറിച്ചെടുക്കാൻ. എന്തിനാണെന്നറിയാമോ? നമ്മൾ അരികുകൾ മടക്കി തയ്ക്കുമ്പോൾ തുവാലയുടെ അളവ് കുറഞ്ഞു പോകാതിരിക്കുന്നതിന് വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. കുറച്ചു മുമ്പ് പറഞ്ഞിരുന്നു 25 സെന്റിമീറ്റർ നീളവും 25 സെന്റിമീറ്റർ വീതിയുമുള്ള തുണിയാണ് തുവാലയ്ക്ക് ആവശ്യമെന്ന്. എന്നാൽ 1 സെന്റിമീറ്റർ കൂട്ടിയെടുക്കണം. കാരണം നമ്മൾ ഇതിൻ്റെ സൈഡുകൾ മടക്കി തയ്ക്കുമ്പോൾ 1 സെന്റിമീറ്റർ കൂടുതൽ അടയാളപ്പെടുത്തണം. അല്ലെങ്കിൽ മടക്കി തയ്ക്കുമ്പോൾ വീണ്ടും അളവ് കുറയും. അതുകൊണ്ടാണ്. അപ്പോൾ 26 സെന്റിമീറ്റർ നീളത്തിൽ നമുക്ക് മുറിച്ചെടുക്കാം, സമചതുരം. നമ്മൾ തുണി മുറിച്ചെടുത്തു കഴിഞ്ഞു. ഇനി ഇതിൻ്റെ 4 വശങ്ങളും മടക്കി തയ്ക്കണം. അപ്പം ആദ്യം ഒരു ചെറിയ മടക്ക് നമ്മൾ മടക്കി, എന്നിട്ട് അത് ഒന്നുകൂടി ചെറിയ രീതിയിൽ ഒന്നുകൂടി മടക്കി. തുണിയുടെ അരികുകൾ മടക്കി തയ്ക്കുമ്പോൾ ഏത് സ്റ്റിച്ചാണ് ഉപയോഗിക്കുന്നതെന്ന് നിങ്ങൾക്കറിയാമോ? ഹെമ്മിങ് സ്റ്റിച്ച്. തുണിയുടെ അരികുകൾ മടക്കി തയ്ക്കുമ്പോൾ നമ്മൾ ഹെമ്മിങ് സ്റ്റിച്ചാണ് ഉപയോഗിക്കുന്നത്. ഈ സ്റ്റിച്ചിന് ഒരു പ്രത്യേകതയുണ്ട്. എന്താണെന്നറിയാമോ? ചീത്ത വശത്ത് നിന്ന് നമ്മൾ തയ്ക്കുമ്പോൾ നല്ല വശത്ത് ചെറിയ കുത്തുകൾ പോലെ മാത്രമേ കാണപ്പെടുന്നുള്ളൂ. കണ്ടോ, ഇതുപോലെ പിടിച്ച് സൂചിയും നൂലും ഉപയോഗിച്ച് നമ്മൾ ഹെമ്മിങ് സ്റ്റിച്ച് ചെയ്യുകയാണ്. തുണിയുടെ അരികുകൾ മടക്കി തയ്ക്കുമ്പോൾ ചെറിയ സ്റ്റിച്ച് ഉപയോഗിച്ചാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ ആദ്യം കുത്തി തുടങ്ങി 1/2 സെന്റിമീറ്റർ വിട്ട് വേണം വീണ്ടും കുത്താൻ.
സൂചി എപ്പോഴും ചരിച്ച് പിടിച്ച് കുത്തണേ, എങ്കിൽ മാത്രമേ ചെറിയ പൊട്ടുകൾ പോലെയുള്ള സ്റ്റിച്ചുകൾ വരികയുള്ളൂ. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണേ, എൻ്റെ കുഞ്ഞു മക്കളുടെ കയ്യിൽ സൂചിയൊന്നും കൊള്ളരുതേ. അമ്മയുടെ സഹായത്തോടെ വേണം തയ്ക്കാൻ, കേട്ടോ. 1/2 സെന്റിമീറ്റർ എങ്കിലും അകത്തി വേണം നമ്മൾ അടുത്തത് കുത്താൻ. വീണ്ടും അതുപോലെ ചെറുതായിട്ട് കുത്തി സൂചി ചരിച്ചു കുത്തണം. കണ്ടോ, ഇതുപോലെ നമ്മൾ കുത്തി തയ്ക്കുക. ഇതിന് ഒരു പ്രത്യേകതയുണ്ട്. ഇതിൻ്റെ നല്ല വശത്ത് ചെറിയ കുത്തുകൾ പോലെയാണ് കാണപ്പെടുന്നത്. നമുക്ക് കണ്ടാൽ മനസ്സിലാകത്തില്ല, അതുപോലെ ചെറിയ കുത്തുകളാണ് വരുന്നത്. ഇതുപോലെ തന്നെ നമ്മൾ അതിനുശേഷം ഇതുപോലെ തന്നെ ഇതിൻ്റെ അരികുകളും മടക്കി തയ്ക്കുക. ഇപ്പോൾ നമ്മൾ തുണിയുടെ 4 വശങ്ങളും ഹെമ്മിങ് സ്റ്റിച്ച് ഉപയോഗിച്ച് തയ്ച്ച് പൂർത്തീകരിച്ച് കഴിഞ്ഞു. ഇത് കണ്ടോ, സ്റ്റിച്ചുകൾ നമുക്ക് പുറത്ത് പൊട്ടുകൾ പോലെ മാത്രമേ കാണപ്പെടുന്നുള്ളൂ. പൂർത്തിയാക്കിയതിൻ്റെ അകവശമാണ് ഇത്. ഇനി നമുക്ക് വെജിറ്റബിൾ ഉപയോഗിച്ച് പ്രിന്റ് ചെയ്യുന്ന വിധം എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ വെജിറ്റബിൾ ആദ്യം കട്ട് ചെയ്യണം. ഉരുളക്കിഴങ്ങ്, ബീൻസ്, പച്ചമുളക് എന്നീ പച്ചക്കറികൾ ഉപയോഗിച്ച് ഒരു പ്രിന്റ് ചെയ്ത് ഒരു തുവാല മനോഹരമാക്കുന്നതാണ് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത്. ഒരു ഉരുളക്കിഴങ്ങിൽ ഡിസൈൻ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കിയാലോ. ആദ്യം ഉരുളക്കിഴങ്ങ് ഇതുപോലെ കട്ട് ചെയ്യുക. പെൻസിൽ ഉപയോഗിച്ച് ഒരു പൂവിൻ്റെ ഡിസൈൻ നമുക്ക് വരയ്ക്കാം. ടീച്ചർ ചെയ്യുന്നത് പോലെ തന്നെ ചെയ്യണമെന്നില്ല, നിങ്ങൾക്കിഷ്ടമുള്ള ഡിസൈൻ വരയ്ക്കാം. ഇവിടെ ആദ്യം ഒരു പൂവിൻ്റെ മൊട്ട് വരച്ചു. അതിനുശേഷം ഇതളുകൾ വരയ്ക്കുകയാണ്. ഉരുളക്കിഴങ്ങിൽ പൂവിൻ്റെ ഡിസൈൻ വരച്ചു കഴിഞ്ഞു. ഇത് പൂവിൻ്റെ ഷേപ്പിൽ തന്നെ കട്ട് ചെയ്തെടുക്കണം, കേട്ടോ. ഈ പൂവിൻ്റെ ഷേപ്പിൽ തന്നെ കട്ട് ചെയ്യണം. ഈ സൈഡുകൾ മാത്രം അല്പം ആഴത്തിൽ കട്ട് ചെയ്യണേ. കട്ട് ചെയ്യുമ്പോൾ കയ്യിൽ കത്തിയൊന്നും കൊള്ളാതെ സൂക്ഷിച്ച് വേണം കട്ട് ചെയ്യാൻ. കണ്ടോ, ഉരുളക്കിഴങ്ങിൽ ഒരു പൂവിൻ്റെ ഡിസൈൻ കിട്ടിക്കഴിഞ്ഞു. ഇനിയും നമുക്ക് ബീൻസ് ഉപയോഗിച്ച് ഇലയ്ക്ക് വേണ്ടി അല്പം ചരിച്ച് കട്ട് ചെയ്യണം. കണ്ടോ, ഇനിയും നമുക്ക് ന്യൂസ് പേപ്പർ വിരിച്ചിട്ട് അതിന് മുകളിലേക്ക് തുവാല വിരിച്ചിട്ടതിന് ശേഷം പ്രിന്റ് ചെയ്യാം. നമ്മുടെ സ്പോഞ്ച് കണ്ടോ, അതിലേക്ക് നമുക്ക് ആവശ്യമായ കളർ ഒഴിക്കാം. തണ്ടിനും ഇലയ്ക്കും ഏത് കളറാണ് ഉപയോഗിക്കേണ്ടത്? പച്ച കളർ, പച്ച പെയിന്റ് നമുക്ക് ഈ സ്പോഞ്ചിലേക്ക് ഒഴിക്കാം. പെയിന്റ് എടുത്തതിന് ശേഷം അടച്ചു വയ്ക്കാൻ മറക്കരുതേ.
ഫാബ്രിക് പെയിൻറ് വേഗം ഉണങ്ങിപ്പോകും. ഇനിയും നമുക്ക് ഈ പച്ചമുളക് കണ്ടോ, പച്ചമുളകിൻ്റെ അറ്റം ഉപയോഗിച്ച് തണ്ട് വരച്ചു കൊടുക്കാൻ പോവുകയാണ്. പെയിൻറ്റിൽ മുക്കിയതിന് ശേഷം ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കണേ. കട്ടിയിൽ പെയിൻറ് ഇരിക്കാതിരിക്കാൻ വേണ്ടിയാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. പച്ചമുളകിൻ്റെ ഈ ഭാഗം ഉപയോഗിച്ച് ഒരു തണ്ട് നമ്മൾ വരയ്ക്കുകയാണ്. ഇതുപോലെ തന്നെ 4 വശങ്ങളിലും വരച്ചു കൊടുക്കണേ. കണ്ടോ, 4 വശങ്ങളിലും നമ്മൾ വരച്ചു. ഇനി നമുക്ക് ഇതിലെന്താണ് ചെയ്യേണ്ടത്? ഇലകൾ കൊടുക്കണം. ഇലകൾ എന്തുപയോഗിച്ചാണ് കൊടുക്കുന്നത്? ബീൻസ് പയർ നമ്മളിവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അല്ലേ? അപ്പോൾ ബീൻസ് ഉപയോഗിച്ച് ഇലകൾ പ്രിന്റ് ചെയ്യാൻ പോവുകയാണ്. ഇലയ്ക്ക് വേണ്ടി പച്ച കളറിലേക്ക് മുക്കിയെടുത്ത് ചെറുതായി ഒന്ന് പ്രസ് ചെയ്ത് നമുക്ക് ഇലകൾ ചെയ്യാം. കണ്ടോ, ഇതുപോലെ ഭംഗിയായി വൃത്തിയായി ചെയ്യണേ. ഈ ബീൻസ് ഉപയോഗിച്ച ഇലകൾ മാത്രമല്ല, പൂക്കളും ഭംഗിയുള്ള പൂക്കളൊക്കെ നമുക്ക് ചെയ്യാം കേട്ടോ. കണ്ടോ, ഇലകൾ നമ്മൾ ചെയ്തു കഴിഞ്ഞു. ഇനി നമുക്ക് പൂവിന് കളർ കൊടുക്കാം. പൂവിന് ഏത് കളറാണ് കൊടുക്കുന്നത്? നിങ്ങൾക്ക് ഏത് കളറാണ് ഇഷ്ടം? ചുവപ്പ്. എല്ലാവർക്കും ചുവപ്പ് കളർ ഇഷ്ടമാണോ? ചുവപ്പ് കളർ തന്നെ നമുക്ക് കൊടുക്കാം. ഈ ഉരുളക്കിഴങ്ങിൻ്റെ ഡിസൈൻ ഉപയോഗിച്ച് തണ്ടിൻ്റെ അറ്റഭാഗത്തായി നമുക്ക് പൂവ് ചെയ്യാം. കണ്ടോ, ഇതുപോലെ 4 ഭാഗത്തും ചെയ്യുക. ബീൻസും ഉപയോഗിച്ച് നമ്മൾ ഒരു ഡിസൈൻ ഇവിടെ ചെയ്തു കഴിഞ്ഞു. ഇനി ഇതിന്റെ മധ്യഭാഗത്തുകൂടി എന്തെങ്കിലും ഒരു ഡിസൈൻ ചെയ്താലോ? നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു ഡിസൈൻ പറഞ്ഞേ. പച്ചമുളകും ഈ ഉരുളക്കിഴങ്ങിന്റെ പൂവ് ഉപയോഗിച്ച് നമുക്ക് ഈ മധ്യഭാഗത്തു കൂടി ഒരു ഡിസൈൻ കൊടുക്കാം. ഉരുളക്കിഴങ്ങിന്റെ പൂ ഉപയോഗിച്ച് ഒരു ഡിസൈൻ കൂടെ നമ്മൾ ചെയ്തു. പച്ചമുളക് ഉപയോഗിച്ച് നമുക്കൊരു ഡിസൈനും കൂടി കൊടുക്കാം. കണ്ടോ, പച്ചമുളക് ഉപയോഗിച്ചും നമ്മൾ ഡിസൈൻ കൊടുത്തു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? ഉരുളക്കിഴങ്ങും ബീൻസും പച്ചമുളകും ഉപയോഗിച്ച് നമ്മൾ ഒരു തൂവാല പ്രിന്റ് ചെയ്ത് കഴിഞ്ഞു അല്ലേ? ഇനി നമുക്ക് ഒരു വാഴക്കൈ, വെണ്ടയ്ക്ക എന്നിവ ഉപയോഗിച്ച് ഒരു തുവാല കൂടി പ്രിന്റ് ചെയ്താലോ? വാഴക്കൈ
ചെറുതായി മുറിച്ചെടുത്ത് ഒന്ന് ചരിച്ച് കട്ട് ചെയ്യണേ. അപ്പോൾ നമുക്ക് മനോഹരമായ ഒരു ഡിസൈൻ ലഭിക്കും. ഇത് കണ്ടോ, ഇത് വാഴക്കായ് നമ്മൾ മുറിച്ചെടുത്തതാണ്. അല്പം ചരിച്ചാണ് മുറിച്ചെടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഏത് കളർ വേണമെങ്കിലും ഉപയോഗിക്കാം. നിങ്ങൾക്കിഷ്ടമുള്ള കളറുകൾ ഉപയോഗിക്കാം. ടീച്ചർ ഇവിടെ ഒരു പച്ച കളറുള്ള പെയിൻ്റാണ് ഉപയോഗിക്കുന്നത്. ഇനി മുറിച്ച വാഴക്കായ് പെയിൻറ്റിൽ മുക്കി ഒന്ന് കട്ടിയായി വരാതെ സ്പോഞ്ചിലൊന്ന് പ്രസ് ചെയ്തതിന് ശേഷം നമുക്ക് തുണിയിൽ പ്രിൻ്റ് ചെയ്യാം. ഇത് കണ്ടോ, ഇതുപോലെ ഒന്ന് ചരിച്ച് തുണിയിൽ അമർത്തുക. അതുപോലെ തന്നെ തിരിച്ചും. ഇങ്ങനെ അരികുകൾ 4 വശങ്ങളിലും ഡിസൈൻ കൊടുക്കാം. ഇതുപോലെ ടീച്ചർ ചെയ്ത പോലെ തന്നെ തിരിച്ചും മറിച്ചും ഒന്നും ചെയ്യണമെന്നില്ല. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ വളരെ ഭംഗിയായിട്ട് ചെയ്യാവുന്ന ഒരു ഡിസൈനാണിത്. മനോഹരമായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഇത് കണ്ടോ, ഇത് 4 വശങ്ങളിലും നമ്മൾ ചെയ്തു കഴിഞ്ഞു. വാഴക്കായ് ഉപയോഗിച്ച് നമ്മൾ ഈ തുവാലയുടെ അരികുകൾ ഡിസൈൻ ചെയ്തു അല്ലേ? അപ്പോൾ നമുക്ക് ഇതിന്റെ ഈ 4 മൂലകളിലും ഈ വാഴക്കായുടെ ഉപയോഗിച്ച് തന്നെ ഒരു പൂവും കൂടി കൊടുക്കാം. അതിനുശേഷം നമുക്ക് വെണ്ടയ്ക്ക ഉപയോഗിച്ച് മധ്യഭാഗത്ത് ഡിസൈൻ കൊടുക്കാം. കുറച്ചു മുമ്പ് നമ്മൾ കൊടുത്ത ഡിസൈൻ അല്പം ചരിച്ചാണ് വെട്ടിയത് അല്ലേ? ഇത് ചരിച്ച് വെട്ടേണ്ട കാര്യമില്ല. നേരെ കട്ട് ചെയ്താൽ മതിയാകും. ഇങ്ങനെ നേരെ കട്ട് ചെയ്യുക. കണ്ടോ, ഇതിന് നമുക്ക് ഓറഞ്ച് കളർ ഉപയോഗിച്ച് ചെയ്താലോ? മുറിച്ചെടുത്തിരിക്കുന്ന വാഴക്കായ് പെയിൻറ്റിലേക്ക് മുക്കുക. ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്യുക. കണ്ടോ, 4 മൂലകളിലും ഓരോ ഡിസൈൻ നമുക്ക് വരച്ചു കൊടുക്കാം. ഇത് ഒരു പൂവിൻ്റെ ഡിസൈനാണേ. ശ്രദ്ധിക്കണേ. ഇങ്ങനെ ഒരെണ്ണം കൊടുത്തു, അതിനോടടുപ്പിച്ച് തന്നെ ഒന്നുകൂടി കൊടുത്തു. ഇങ്ങനെ 4 വശങ്ങളിലും ചെയ്യുക. ഇത് കണ്ടോ, ഒരു പൂവിൻ്റെ ഷേപ്പ് കിട്ടിയില്ലേ? മനോഹരമായി നമുക്ക് പല ഡിസൈനും ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ 4 മൂലകളിലും ഓരോ പൂക്കൾ നമുക്ക് കൊടുക്കാം. ഇനി ഇതിൻ്റെ മധ്യഭാഗത്ത് ഒരു ഡിസൈൻ കൂടി കൊടുത്താലോ? ഈ സൈഡിൽ ചെയ്തത് ഒരു ചെറിയ ഡിസൈൻ ആയിരുന്നു അല്ലേ? ഇത് നമുക്ക് അതിനേക്കാൾ അല്പം വലിയ ഡിസൈനാണ്. ഇത് നമുക്ക് മധ്യഭാഗത്ത് കൊടുക്കാം. കുറച്ച് മുമ്പ് നമ്മൾ എടുത്തത് ചെറിയ ഒരു വാഴക്കൈയായിരുന്നു. പക്ഷേ ഇത് അതിനേക്കാൾ അല്പം കൂടി വലുതാണ്. ഇനി നമുക്ക് ഇതിൻ്റെ മധ്യഭാഗത്ത് ഒരു ചുവപ്പ് കളർ കൊടുക്കാം അല്ലേ? ചുവപ്പ് കളർ ഉപയോഗിച്ച് ഒരു ഡിസൈനും കൂടി നമുക്ക് കൊടുക്കാം. കണ്ടോ, ഇതുപോലെ അല്പം വലിപ്പത്തിൽ മധ്യഭാഗത്ത് നമ്മൾ ചെയ്തു. ഇനി നമുക്ക് വെണ്ടയ്ക്ക ഉപയോഗിച്ച് ഇതിൻ്റെ സെൻറ്ററിൽ കൂടി ഒരു ഡിസൈനും കൂടി കൊടുത്താലോ? അപ്പോൾ വെണ്ടയ്ക്ക നമുക്ക് മുറിച്ചെടുക്കാം. ഇത് കണ്ടോ, ഇത് ഇങ്ങനെ നേരെ കട്ട് ചെയ്യണം. വെണ്ടയ്ക്ക മുറിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇതിൽ ഒരു ഡിസൈൻ കാണാം അല്ലേ? നമുക്ക് ഒരു ഡിസൈനും കൂടി ചെയ്ത് നോക്കാം. കണ്ടോ, ഓരോ ഡിസൈനും കൂടി നമ്മൾ കൊടുത്തു.
നമ്മൾ എന്തെല്ലാം പച്ചക്കറികൾ ഉപയോഗിച്ചാണ് പ്രിന്റ് ചെയ്തത്? ഉരുളക്കിഴങ്ങ്, ബീൻസ്, പച്ചമുളക്, പിന്നെ എന്തായിരുന്നു? വാഴയുടെ കൈ, നമ്മുടെ വീട്ടുമുറ്റത്തൊക്കെ നിൽക്കുന്ന വാഴയുടെ കൈ മുറിച്ചെടുത്തതും വെണ്ടയ്ക്ക എന്നിവ ഉപയോഗിച്ചാണ് നമ്മൾ ഡിസൈൻ കൊടുത്തത് അല്ലേ? ഇത് എല്ലാവർക്കും ഇഷ്ടമായോ? ഇന്ന് നമ്മൾ ചെയ്ത തൂവാല എല്ലാവർക്കും ഇഷ്ടമായോ? ഇതുപോലെ തന്നെ നിങ്ങൾ എല്ലാവരും ചെയ്തു നോക്കണേ. ചെയ്തു നോക്കിയതിന് ശേഷം ഇതിന്റെ പ്രവർത്തന ഡയറി എഴുതണം. പ്രവർത്തന ഡയറി എഴുതുമ്പോൾ ആവശ്യമായ സാമഗ്രികൾ എന്തെല്ലാം, ചെയ്യുന്ന വിധം എന്നിവ വിശദമായി എഴുതണേ. അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. ബൈ.